ഇടതുമുന്നണി വിടുമെന്ന വാർത്തകൾ തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ചർച്ച നടത്തുന്നത് ആരാണ്? കേരള കോൺഗ്രസ് എമ്മിന് ഉറച്ച നിലപാടാണുള്ളത്. അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും നിലപാട് വിശദീകരിക്കേണ്ടതില്ല. ഞങ്ങളെയോർത്ത് കരയേണ്ടതില്ലെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസിന് പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരുന്നുണ്ട്. പാർട്ടിക്ക് ശക്തമായ സ്വാധീനവുമുണ്ട് എന്നതിന് തെളിവാണ് ആ ക്ഷണം വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണവുമുണ്ടാകുമെന്ന് വ്യക്തമായെന്ന് ജോസ് കെ മാണി പറഞ്ഞു. LDF യോഗത്തിൽ നിന്നും വിട്ടുനിന്നു എന്ന വാർത്തകൾ ശരിയല്ല. പാർട്ടി നേതാവ് LDF യോഗത്തിൽ സംബന്ധിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് താൻ വിദേശത്തായതുകൊണ്ടാണ്. തൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ കാണാൻ പോയതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. കേരള കോൺഗ്രസിൻ്റെ 5 MLA-മാരും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ നിലപാട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഉറച്ച നിലപാടാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറുന്നുവെന്ന ചർച്ചയിൽ ഒരു പ്രസക്തിയുമില്ല. ആരെങ്കിലും കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങളെ കുറ്റപ്പെടുന്നത് എന്തിനാണ്? അത് പാർട്ടിക്ക് ബലവുമുണ്ട് എന്നല്ലേ കാണിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. എന്നാൽ പാർട്ടിയുടെ അഭിപ്രായമാണ് മുഖ്യം. ആ നിലപാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഏത് പാർട്ടിയിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാത്തതെന്ന് ജോസ് കെ മാണി ചോദിച്ചു. ചർച്ച നടക്കുമ്പോൾ പല അഭിപ്രായങ്ങളും വരും. അതിനെ ക്രോഡീകരിച്ച് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയാണ് പതിവ്. പാർട്ടിക്കകത്ത് ഒരു ഭിന്നതയുമില്ല. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ 5 MLA-മാരും ഒരുമിച്ച് നിൽക്കും. അതിൽ ഒരു സംശയവുമില്ല. LDF-ഓ UDF-ഓ കൂടുമ്പോൾ പാർട്ടികൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറില്ലേ? ആരോഗ്യപരമായ ചർച്ചകൾ നടക്കില്ലേ? അതുപോലെയാണ് ഇതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇടതുമുന്നണി നടത്തുന്ന ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ പാർലമെന്റ് സമ്മേളനമുണ്ട്, ബജറ്റുണ്ട്, ജാഥ നീണ്ട ദിവസങ്ങൾ ഉള്ളതിനാൽ ചില നീക്കുപോക്ക് വരുത്തേണ്ടി വരുമെന്നും അറിയിച്ചിരുന്നുവെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. 5 വർഷം മുമ്പ് കേരള കോൺഗ്രസ് എമ്മിനെ UDF പുറത്താക്കുകയായിരുന്നു. പുറത്താക്കിയ ശേഷം കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പമെന്ന് ഉറച്ച നിലപാടെടുത്തു. LDF-ൽ പാർട്ടി സന്തുഷ്ടരാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി.